പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക പ്രതിസന്ധി രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ഇന്ധനവില നിയന്ത്രണാതീതമായി കുതിക്കുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം തുടരുകയും ചെയ്യുന്നതാണ് വിപണിയിലെ ഈ വൻ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ്. തന്ത്രപരമായ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സൈനിക സാന്നിധ്യം ശക്തമായത് ചരക്കുനീക്കത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ പാതകളിലെ അനിശ്ചിതത്വം വിതരണ ശൃംഖലയെ തകർത്തു. ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിലച്ചതും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുനീക്കം അപകടഭീതിയിലായതും ആഗോളതലത്തിൽ എണ്ണക്ഷാമം രൂക്ഷമാക്കി. ഇറാന്റെ ആവശ്യങ്ങൾ തള്ളിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പുറത്തുവന്നതോടെ വിപണിയിൽ വലിയ പരിഭ്രാന്തിയാണ് നിക്ഷേപകർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. എണ്ണവിലയിലെ ഈ വർധനവ് വികസ്വര രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതോടെ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരാനും ഇത് ആഗോള പണപ്പെരുപ്പത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. യുദ്ധം ഉടനടി അവസാനിക്കാത്ത പക്ഷം ക്രൂഡ് ഓയിൽ വില ബാരലിന് റെക്കോർഡ് നിരക്കിലെത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഊർജ്ജ വിപണിയിലെ ഈ അസ്ഥിരത വരും ആഴ്ചകളിൽ ലോക സമ്പദ് വ്യവസ്ഥയെ കടുത്ത മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് സാമ്പത്തിക ലോകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.